വല്ല മിഠായിയോ കളിപ്പാട്ടങ്ങളോ ഒക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ പോകുന്ന പോലെയാണ് വൈകുന്നേരം ഓരോ ദിവസവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന എന്റെ അച്ഛൻ എന്താണാവോ ഇന്ന് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന, അച്ഛനും മകളുടെയും സ്നേഹം തുളുമ്പി നിൽക്കുന്ന, അഴിമതികളുടെ കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്ന ഒരച്ഛൻ മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളത്തിനെ മാറ്റിയെടുത്തു വിജയൻ എന്ന് പറയുന്ന ആ കണ്ണൂരിൽ നിന്ന് പാർട്ടി സെക്രട്ടറിയായി നിരവധി കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വർണ്ണക്കടത്ത് നടത്തി, ഡോളർ കടത്ത് നടത്തി, അത് ബിരിയാണി ചെമ്പിലാകട്ടെ, അത് എനിക്കിപ്പോ ഒരു പാട്ട് പോലും മര്യാദയ്ക്ക് പാടാൻ വയ്യ. പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഞാൻ എവിടെ ചെന്നാലും നിങ്ങൾ വരുമ്പോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ കൈതോലപ്പായ പാടുമെന്ന് ചോദിച്ചോളൂ. ആ പാട്ടിപ്പോ പാടാൻ വയ്യ. കൈതോലപ്പായയിൽ വരെ പണവും സ്വർണവും ഡോളറും കടത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തി ഒരു ദേശാഭിമാനിയുടെ മുൻ നേതൃത്വം കൊടുത്തിരുന്ന ഒരു മുൻ പ്രധാനപ്പെട്ട ആളായിരുന്ന ശക്തിധരൻ അത് പത്രത്തിലൂടെ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അത് പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് ആ കോടികൾ പോയത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു കേരളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഏറ്റവും വലിയ അഴിമതിക്കാരൻ, ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അഴിമതി അത് കോവിഡിൽ നടന്ന PP കിറ്റിലൂടെയും മാസ്കിലൂടെയും ഒക്കെ അഴിമതി നടത്താമെന്ന് കണ്ടുപിടിച്ച ഇന്ത്യ കണ്ട, ലോകം കണ്ടതിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും അത് പിണറായി വിജയനാണ്. അത് പിണറായി വിജയനാണ് എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും നിങ്ങളുമൊക്കെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുൻപ് കഴിച്ചിരുന്ന മരുന്ന്, ആശുപത്രിയിലേക്ക് ആരോഗ്യ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്ന മരുന്ന്, ആ മരുന്ന് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, ആ മരുന്ന് കമ്പനിക്കാർ അത് കത്തിച്ച് നശിപ്പിക്കുവാൻ, ഇത്ര ദിവസം കഴിഞ്ഞാൽ ബാലൻസ് വന്നത് നശിപ്പിക്കുവാൻ തീരുമാനിച്ച മരുന്ന് കമ്പനിക്കാരോട് സഖാവ് പിണറായി വിജയനും സർക്കാരും നേരിട്ട് അത് നിങ്ങൾ നശിപ്പിച്ചു കളയേണ്ട, നിങ്ങളെ കത്തിച്ചു കളയുന്ന മരുന്ന് സർക്കാർ ഖജനാവിലേക്ക് ഞങ്ങളുടെ പണം നിങ്ങൾക്ക് തന്നാൽ 60% കമ്മീഷനോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ സാധാരണക്കാരൻ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കഴിച്ച് ചത്തൊടുങ്ങിക്കോട്ടെ എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സഖാവ് പിണറായി വിജയനാണ്. എന്നിട്ടത് ആ കത്തിക്കാൻ പോയിരുന്ന മരുന്ന് വാങ്ങി, ആ മരുന്നിന്റെ കോടികൾ ആ കത്തിക്കാൻ പോയിരിക്കുന്ന ആ മരുന്ന് കമ്പനികൾക്ക് ഒരു വിഹിതം കൊടുത്ത് ബാക്കി തുകയെ CPMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീട്ടിലേക്ക് സഖാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി അത് സഖാവ് പിണറായി വിജയനാണ്. ആരാണ് പിണറായി വിജയൻ? വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഏതൊരു നേതാവും ഒരു സമരമുണ്ടാകുമ്പോൾ ആ സമയങ്ങളിൽ കൂടെ ചേർന്ന് നിൽക്കും, പ്രവർത്തകരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അല്ലേ? വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ അത് സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാരനായിരിക്കുന്ന പ്രവർത്തകന്റെ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ തന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് താൻ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് കണ്ണൂരിൽ എത്രയോ പാവങ്ങളുടെ ജീവൻ കൊലയ്ക്ക് കൊടുത്ത്, എത്രയോ അമ്മമാരുടെ കെട്ടുതാലി പൊട്ടിക്കുന്നതിന്, എത്രയോ മക്കളുടെ അച്ഛനെ വെട്ടി തുണ്ടം തുണ്ടമാക്കുന്നതിന് കൊട്ടേഷന് നേതൃത്വം കൊടുത്ത സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുമ്പോൾ ആ സഖാവ് പിണറായി വിജയന്റെ എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും സാക്ഷിയായി തന്റെ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ ഒരു കരുണയുമില്ലാതെ ഒരു വാക്ക് തർക്കത്തിനിടെ തെറ്റിയതിന്റെ പേരിൽ സ്വന്തം തീരുമാനമെടുത്ത് നിർദ്ദേശം കൊടുത്ത് സന്തത സഹചാരിയെ കൊലയ്ക്ക് കൊടുത്ത മനുഷ്യനാണ് സഖാവ് പിണറായി വിജയൻ.